ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ചാപ്റ്ററാണ്. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ +1 സെക്കൻഡ് പാർട്ടിലത്തെ ചാപ്റ്ററാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഹൈഡ്രജൻ, റിഡോക്സ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ദെൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ചാപ്റ്റർ, എൻവിയോൺമെൻറ്റൽ കെമിസ്ട്രി, ഇത്രയും ചാപ്റ്റേഴ്സാണ്. അതിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫൈനലി ഫ്രാൻസിയം. ഓക്കെ, ഇതേപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം ആൻഡ് റേഡിയം. ഇതാണ് നമ്മുടെ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുഴുവനായിട്ട് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ആൽക്കലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ജനറൽ ആയിട്ടുള്ള ചില റിയാക്ഷൻ കണ്ടീഷൻസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് മുതൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തുടങ്ങാം. വൈ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ സോ കോൾഡ്? എന്തുകൊണ്ടാണ് അവരെ നമ്മൾ അങ്ങനെ ഒരു പേരിൽ വിളിക്കുന്നത്? ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത് നോക്കുന്ന പോയിന്റ്. നമുക്കറിയാം ആൽക്കലി മെറ്റലിന് ഒരു എക്സാമ്പിളാണ് സോഡിയം. ആൽക്കലി മെറ്റലിന് ഒരു എക്സാമ്പിളാണ് സോഡിയം. ഈ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 2Na + H2O ഗീവ്സ് 2NaOH + H2 എന്നാണ് വരുന്നത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് എൻ ആൽക്കലി. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. അപ്പോൾ ഈ ആൽക്കലി മെറ്റൽസ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള എലമെൻറ്റുകളൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ അവരുടെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ ഹൈഡ്രോക്സൈഡുകളുടെ പ്രത്യേകത, ഹൈഡ്രോക്സൈഡുകൾ ആൽക്കലികളാണ്. ഓക്കെ, ഹൈഡ്രോക്സൈഡ് ആൽക്കലിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്തുകൊണ്ടായിരിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നറിയപ്പെടുന്നത്? സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, കാൽഷ്യം. കാൽഷ്യം എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. കാൽഷ്യത്തിൻ്റെ ഒരു ഓക്സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തു, കാൽഷ്യം ഓക്സൈഡ് CaO. അതേപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ 2 എക്സാമ്പിൾ, അതായത് ഒരു ഓക്സൈഡും ഒരു ഹൈഡ്രോക്സൈഡും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കാൽഷ്യം ഓക്സൈഡിന് ബേസിക് നേച്ചറാണ്. ഓക്കെ, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ബേസിക് നേച്ചറാണ് ഓർ ആൽക്കലൈൻ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഒരു ബേസിക് നേച്ചർ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ അടുത്തൊരു പ്രത്യേകത, ഈ പറയുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഏതൊക്കെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്? ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം ആൻഡ് ഫൈനലി റേഡിയം. ഓക്കെ, ഇത് പ്രധാനമായിട്ടും പ്രസന്റ് ആയിട്ടുള്ളത് എർത്ത് ക്രസ്റ്റിൽ ഒരുപാട് പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയതുകൊണ്ടാണ് ഇവർ എന്ത് പേരിൽ വിളിക്കുന്നത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കുന്നത്. എർത്ത് ക്രസ്റ്റിൽ പ്രസന്റ് ആയതുകൊണ്ട്, കൂടുതൽ എമൗണ്ടിൽ എർത്ത് ക്രസ്റ്റിൽ പ്രസന്റ് ആയതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുള്ള ഒരു പേരിലും അറിയപ്പെട്ടു. ഇതാണ് നമ്മുടെ ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഈ പേരിൽ വിളിക്കാനുള്ള കാരണം. ഇനി നമുക്ക് നോക്കാം, ഇതിലത്തെ ഈ എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൽ ഞാൻ പറഞ്ഞു ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്. ഇവിടെ അവസാനം വരുന്ന ഒരു എലമെൻ്റാണ് ഫ്രാൻസിയം. ഈ ഫ്രാൻസിയത്തിനെ നമ്മൾ ഈ കൂട്ടത്തിലേക്ക് ഒന്നും ഉൾപ്പെടുത്താറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിയം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ഫ്രാൻസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. ഫ്രാൻസിയം ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ഫ്രാൻസിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഈ ഫ്രാൻസിയം ഫോം ചെയ്യുന്നതും ഓക്കെ, അതേപോലെ തന്നെ ഫ്രാൻസിയത്തിൻ്റെ റിയാക്ഷൻസും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ആദ്യം ഫ്രാൻസിയം ഫോം ചെയ്യുന്നത് നോക്കാം. ഫ്രാൻസിയം ഫോം ചെയ്യുന്നത് ആക്ടിനിയം എന്ന് പറയുന്ന എലമെന്റിൽ നിന്നാണ്. ഓക്കെ, ആക്ടിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 18 അതേപോലെ മാസ് നമ്പർ 227 ആണ്. ഈ ആക്ടിനിയത്തിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? ഫ്രാൻസിയമായി മാറുന്നു. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 2 - യും ആറ്റോമിക് നമ്പർ 87 ആയി മാറി.
ഓക്കെ, മാസ് നമ്പർ 4 മൈനസ് സിയും എത്രയായി മാറി? 223 എന്നായി മാറി. ഇതിനോടൊപ്പം ഒരു ആൽഫ പാർട്ടിക്കിൾ ഹീലിയം 24, ഒരു ആൽഫ പാർട്ടിക്കിളുടെ എമിഷൻ നടന്നു, ഒരു ഹീലിയം ന്യൂക്ലിയസിന്റെ എമിഷൻ നടന്നു. ഓക്കെ, അപ്പോൾ അതുവഴിയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ഫ്രാൻസിയം ഫോം ചെയ്യുന്നത്. ഈ ഫോം ചെയ്യുന്ന ഫ്രാൻസിയത്തിന്റെ പ്രത്യേകത ഇവൻ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് ഇവൻ അവസാനം ഇങ്ങനെ നഷ്ടപ്പെട്ട് ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്രാൻസിയത്തിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്, ഫ്രാൻസിയത്തിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ്, വാട്ട് ഈസ് മീൻ ബൈ ഹാഫ് ലൈഫ് പീരീഡ്? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാൻസിയം ഒരു സെർട്ടൺ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ആ ഫ്രാൻസിയം അതിൻ്റെ നേരെ പകുതിയായി മാറാനായിട്ട്, ആ എമൗണ്ട് അതിൻ്റെ നേരെ പകുതിയായി മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വരുന്നത് 21 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഫ്രാൻസിയത്തിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് 21 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫ്രാൻസിയം റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ട് പതുക്കെ ഇവൻ റേഡിയം 88-223 എന്നായിട്ട് മാറും. ഓക്കെ, പ്ലസ് 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ലൈഫ് പീരീഡ് വരുന്നത് 21 മിനിറ്റ്സ് ആണ്. ഇതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് ഫ്രാൻസിയം എന്തായിട്ടാണ് മാറുന്നത്? റേഡിയം ആയിട്ടാണ് മാറുന്നത്. ഇത്രയും പോയിന്റ് നമ്മൾ ഇതിൽ നോക്കി വെക്കണം. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയാണ്. അതിലെ ഫ്രാൻസിയത്തിൻ്റെ ചില പോയിന്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണെന്നും അതിൻ്റെ കണ്ടീഷൻസുമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഓക്കെ, അടുത്തതായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് വാലൻസി. വാട്ട് അബൌട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം NS1, നോബിൾ ഗ്യാസ് NS1, നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ, ദെൻ NS1 ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എഴുതാം നോബിൾ ഗ്യാസ് NS2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സപ്പോസ് നിങ്ങൾ എഴുതുന്നത് സോഡിയത്തിൻ്റെയാണ് എന്ന് വിചാരിക്കുക. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് നിയോൺ ആണ്. സോ നിയോൺ 3s1 എന്ന് വരും. ഓക്കെ, മെഗ്നീഷ്യത്തിൻ്റെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ നിയോൺ 3s2 എന്നായിരിക്കും വരുന്നത്. 3s2 എന്നായിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതായത് ഇപ്പോൾ രണ്ടാമത്തെ പീരീഡിൽ വരുന്ന എലമെൻ്റ് ആണെങ്കിൽ, സെക്കൻഡ് പീരീഡിൽ വരുന്ന ഒരു എലമെൻ്റ് ആണെങ്കിൽ അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്, സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നോബിൾ ഗ്യാസ് 2s1 എന്നായിരിക്കും. ഓക്കെ, 2s1 എന്നായിരിക്കും. ഇനി ഇത് തേർഡ് പീരീഡിലേക്ക് ആയിരിക്കുന്ന സമയത്ത് നോബിൾ ഗ്യാസ് 3s1, ദെൻ 4s1, 5s1 എന്നിങ്ങനെ പോവും. ഓക്കെ, പീരീഡ് നമ്പറിനനുസരിച്ച് നോക്കും. ഓക്കെ, പീരീഡ് നമ്പറിനനുസരിച്ച് 2s1, 3s1, 4s1, 5s1 എന്നിങ്ങനെ പോവും. അതേപോലെ തന്നെ ഇനി സെക്കൻഡ് പീരീഡിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലത്തെ എലമെൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലത്തെ കേസാണെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദെൻ ഇവിടെ വരുന്നത് 2s2 എന്നായിരിക്കും. അതായത് ഒരു സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണെങ്കിൽ, സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നോബിൾ ഗ്യാസ് 2s2. ഇനി തേർഡ് പീരീഡ് ആണെങ്കിൽ നോബിൾ ഗ്യാസ് 3s2, ദെൻ 4s2, 5s2, 6s2, 7s2 ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇതാണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതേപോലെ തന്നെ നമ്മൾ ഇവരുടെ വാലൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാലൻസി നോക്കുമ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് മുഴുവൻ മോണോവാലൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, മോണോവാലൻ്റ് ആയിട്ടുള്ള സ്പീഷീസാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഒക്കെ തന്നെ ഡൈവാലൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ഓക്കെ, മോണോവാലൻ്റ് ആയിട്ടുള്ളതും ഡൈവാലൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്പീഷീസാണ്. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്നാണ് വരുന്നത്. ഓക്കെ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2,
2p6 3s1 എന്നാണ് വരുന്നത്. സോ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ ഇവൻ കളഞ്ഞിട്ട് ഇവൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 2 8 എന്നായി മാറാണ് ചെയ്യുന്നത്. സോ ഒരു ഇലക്ട്രോണിനെ കളയുന്നത് കൊണ്ട് എനിക്ക് പറയാം ഇവൻ മോണോവാലൻ്റ് ആണ്. ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ് എന്ന് പറയാം. അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ് നോക്കുമ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 12 എന്നാണ്. സോ അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2 8 2 എന്നാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 എന്നാണ്. ഓക്കെ, ഇവിടെ ഈ 2 ഇലക്ട്രോണുകളെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും കളഞ്ഞിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ 2 ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് പറയാം ഇവൻ്റെ വാലൻസി 2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതേപോലെ തന്നെ വാലൻസിയും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് വാലൻസി. ഇനി വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. എർത്ത് ക്രസ്റ്റിൽ ഇത് പ്രസൻ്റ് ആയിട്ടുള്ളതിൻ്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കാൽഷ്യമാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ എർത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കാൽഷ്യമാണ്. നേരത്തെ എർത്ത് ക്രസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ളതിൻ്റെ എമൗണ്ട് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടു പോയിൻ്റാണ്. അതായത് 5th പൊസിഷൻ ആയിരിക്കും കാൽഷ്യത്തിന് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെഗ്നീഷ്യത്തിന് എർത്ത് ക്രസ്റ്റിലെ എബണ്ടൻസിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം വരുന്നത് 6th കാൽഷ്യം വരുന്നത് 5th ആയിരിക്കും. കാൽഷ്യം 5th പൊസിഷനിലായിരിക്കും എർത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓർഡറിൽ വരുന്നത്. ഓക്കെ, എർത്ത് ക്രസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽസിൽ ഓർഡറിൽ കാൽഷ്യം ആയിരിക്കും 5th വരുന്നത്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് അലുമിനിയമാണ് കേട്ടോ. എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രസൻ്റ് ആയിട്ടുള്ളത് അലുമിനിയമാണ്. നമ്മുടെ ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ കാൽഷ്യത്തിന് 5th പൊസിഷനും മെഗ്നീഷ്യത്തിന് 6th പൊസിഷനും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോക്കിക്കോളൂ അടുത്ത പോയിന്റ്, അയോണൈസേഷൻ എൻതാൽപ്പി. വാട്ട് അബൌട്ട് അയണൈസേഷൻ എൻതാൽപ്പി? നമുക്കറിയാം അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എനർജി required to remove an electron from the outermost shell of an isolated gaseous atom. ഓക്കെ, ഐസൊലേറ്റഡ് gaseous ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി, ദാറ്റ് ഈസ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയോണൈസേഷൻ എനർജി എങ്ങനെയായിരിക്കും വരിക? നമ്മുടെ ഗ്രൂപ്പ് 1 എലമെൻസിൻ്റെ കേസിലും ഗ്രൂപ്പ് 2 എലമെൻസിൻ്റെ കേസിലും ഓവറോൾ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസും നോക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളാണ്. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളാണ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൈസ് കമ്പാരിറ്റീവ്ലി റൈറ്റ് സൈഡിലുള്ള പീരിയോഡിക് ടേബിളിൽ റൈറ്റ് സൈഡിലുള്ള എലമെൻറ്റുകളേക്കാൾ സൈസ് ഇവർക്ക് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും, സൈസ് കൂടുതലായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി പീരിയോഡിക് ടേബിളിലെ മറ്റുള്ള എല്ലാ എലമെൻറ്റുകളും പീരീഡ് വൈസ് മറ്റുള്ള എല്ലാ എലമെൻറ്റുകളും വെച്ച് നോക്കുമ്പോൾ അയോണൈസേഷൻ എനർജി വളരെ കുറവായിരിക്കും. അയോണൈസേഷൻ എനർജി വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യം അതാണ് നോക്കി വെക്കേണ്ടത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇവരുടെ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇനി നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കുകയാണെന്ന് വിചാരിക്കുക, ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പിൽ താഴേക്ക് നോക്കുമ്പോൾ അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഇവരുടെ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്ത് വരുന്നു. അയോണൈസേഷൻ എനർജി ഏറ്റവും കുറവ് വരുന്നത് സീഷ്യം ഫ്രാൻസിയത്തിനായിരിക്കും. ഓക്കെ, അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് വരുന്നത് സീഷ്യത്തിനായിരിക്കും. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പോൾ സീഷ്യത്തിനായിരിക്കും അയണൈസേഷൻ എനർജി ഏറ്റവും കുറവ് വരുന്ന ആൽക്കലി മെറ്റൽ. അയണൈസേഷൻ എനർജി ഏറ്റവും കുറവായതുകൊണ്ട് സീഷ്യം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പഠിച്ചു ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സീഷ്യം ആയിരിക്കും. കാരണം അതിൽ നിന്ന് ഇലക്ട്രോണിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കും. ഓക്കെ,
ദെൻ ഗ്രൂപ്പ് 2 എലമെൻസിൽ നോക്കുമ്പോഴും ഇതേ ട്രെൻഡ് തന്നെയായിരിക്കും വരിക. ഗ്രൂപ്പ് 2 എലമെൻസ് എന്ന് പറയുമ്പോൾ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ഓക്കെ, റേഡിയം, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയം, ഓക്കെ, ഇതൊക്കെയാണ് വരുന്ന എലമെൻസ്. ഇവിടെ ഒരു ട്രെൻഡിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെർലിയം കഴിഞ്ഞ് വരുന്ന ബോറോൺ 13th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ പി ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആയിട്ടുള്ള ബെർലിയവും ബോറോണും കമ്പയർ ചെയ്യുന്ന സമയത്ത് അയോണൈസേഷൻ എനർജി ആക്ച്വലി വരേണ്ടത് റൈറ്റ് സൈഡിലുള്ള ബോറോണിനാണ് കൂടുതൽ വരേണ്ടത്. ഇങ്ങനെയാണ് ആക്ച്വലി ട്രെൻഡ് വരേണ്ടത്. എന്നാൽ ഇങ്ങനെയല്ല, ബെർലിയത്തിന് അയോണൈസേഷൻ എനർജി കൂടുതൽ, ബോറോണിന് കുറവ്. ഇങ്ങനെയായിരിക്കും ട്രെൻഡ്. ഓക്കെ, അതിൻ്റെ കാരണം നമുക്കറിയാം, നമ്മൾ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ബെർലിയത്തിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 എന്നും ബോറോണിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p1 എന്നുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ 2p-ലത്തെ ഇലക്ട്രോൺസിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ബിക്കോസ് ഓഫ് സ്ക്രീനിങ് ഓഫ് 2s ആൻഡ് 1s ഇലക്ട്രോൺസ്. അതായത് ഇന്നർ ഇലക്ട്രോൺസ് ആയിട്ടുള്ള 2s-ൻ്റെയും 1s-ൻ്റെയും സ്ക്രീനിങ് ഉണ്ടാവുന്നതുകൊണ്ട് 2p-യിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് ആണ് ഇതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെർലിയം ആൻഡ് ബോറോൺ, ഓക്കെ, ഇവരുടെ കേസിൽ 2p-യിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ അയോണൈസേഷൻ എനർജിയുടെ ട്രെൻഡ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് ആണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി? Hydration enthalpy is the energy released when one electron, 1 mole of an ion or 1 mole of an compound, okay, 1 mole of a compound, not electron, 1 mole of a compound or ion get hydrated. Okay, hydrated ആവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? Hydration energy. Hydration energy is the energy released when 1 mole of an ionic compound get hydrated. ഓക്കെ, അയോണിക് കോമ്പൗണ്ട് ഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി അഥവാ ഹൈഡ്രേഷൻ എനർജി. ഓക്കെ, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓർ ഹൈഡ്രേഷൻ എനർജി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഹൈഡ്രേഷൻ സംഭവിച്ചിരിക്കുന്നതിൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് സോഡിയം അയോണും അതേപോലെ തന്നെ ക്ലോറൈഡ് അയോണുമാണ്. ഓക്കെ, സോഡിയത്തിലേക്ക് വാട്ടർ മോളിക്യൂൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി സോഡിയം അയോൺ എന്ന് പറയുമ്പോൾ ഇതാണ് സോഡിയം അയോൺ. ഓക്കെ, സോഡിയം അയോണിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം മാത്രമേ സോഡിയം അയോണിൻ്റെ റേഡിയസ് ആക്ച്വലി വരുന്നുള്ളൂ. എന്നാൽ ഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് അവൻ്റെ റേഡിയസ് ഇത്രയും ഭാഗമായിട്ട് മാറി. ഓക്കെ, അവൻ്റെ റേഡിയസ് ഇത്രയും ഭാഗമായി മാറി. ആക്ച്വലി സോഡിയം അയോണിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് അതിലേക്ക് ഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത്രയുമായി മാറി. ആ റേഡിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റഡ് റേഡിയൈ. ഹൈഡ്രേറ്റഡ് റേഡിയസ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് റേഡിയസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് റേഡിയസ് വരുന്നത് ലിഥിയം അയോണുകൾക്കായിരിക്കും. Li+, Na+, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ റേഡിയസ് വരുന്നത് ആർക്കായിരിക്കും? ലിഥിയം പ്ലസ് അയോണുകൾക്കായിരിക്കും. കാരണം ലിഥിയമാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൈഡ്രേറ്റഡ് റേഡിയയുടെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? ലിഥിയം പ്ലസ് അയോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് റേഡിയ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഹൈഡ്രേഷൻ എനർജി നോക്കുകയാണെന്ന് വിചാരിക്കുക. ഹൈഡ്രേഷൻ എനർജി നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതൽ മറ്റാർക്കുമല്ല, ലിഥിയത്തിന് തന്നെയാണ്. Li+, Na+, K+, ദെൻ Rb+, CS+. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ലിഥിയം അയോണുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എനർജി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞത് എന്തിൻ്റെ ഓർഡർ? ഹൈഡ്രേഷൻ എനർജി. ഓക്കെ, ഹൈഡ്രേഷൻ എനർജി. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഹൈഡ്രേറ്റഡ് റേഡിയസ് ഏറ്റവും കൂടുതൽ ലിഥിയത്തിനാണ്. അപ്പോൾ സൈസ് ഏറ്റവും കുറവ് ആർക്കാണ് വരുന്നത്? സീഷ്യത്തിനായിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ അയോണിക് മൊബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരിക്കും വരിക?
അയോണിക് മൊബിലിറ്റിയുടെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മൂവബിൾ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത് ആരായിരിക്കും? സീഷ്യം ആയിരിക്കും. സീഷ്യം ആയിരിക്കും ഏറ്റവും മൂവബിൾ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സീഷ്യം ആയിരിക്കുന്നത്? കാരണം അവൻ്റെ സൈസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സീഷ്യം ആയിരിക്കും ഏറ്റവും മൂവബിൾ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക: Li+, Na+, K+, Rb+, CS+. ഓക്കെ, ഇതായിരിക്കും അയോണിക് മൊബിലിറ്റിയുടെ ഓർഡർ വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഓർഡർ കൂടി നോക്കി നോക്കാം: അയോണിക് കണ്ടക്ടൻസ്. അയോണിക് കണ്ടക്ടൻസിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത് ആരായിരിക്കും? ഓക്കെ, സൈസ് കുറഞ്ഞിട്ടുള്ള സീഷ്യം അയോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ അയോണിക് കണ്ടക്ടൻസിൻ്റെ ഓർഡറും കൂടി എഴുതുകയാണ്. ഓക്കെ, അയോണിക് കണ്ടക്ടൻസ്. അയോണിക് കണ്ടക്ടൻസിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണിക് കണ്ടക്ടൻസ് ഉള്ളത് ആർക്കായിരിക്കും? സീഷ്യം പ്ലസ് അയോണുകൾക്കായിരിക്കും. ഓക്കെ, സീഷ്യം അയോണുകൾക്കായിരിക്കും. ഇതേ ഓർഡർ തന്നെയാണ് വരിക. അപ്പോൾ അയോണിക് മൊബിലിറ്റിയുടെയും അയോണിക് കണ്ടക്ടൻസിനും ഒരേ ഓർഡറാണ്. ഹൈഡ്രേറ്റഡ് റേഡിയയുടെയും അതേപോലെ തന്നെ ഹൈഡ്രേഷൻ എനർജിയുടെയും ഓർഡർ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഹൈഡ്രേഷൻ എനർജി എന്ന് പറയുന്ന ടേം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹൈഡ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ടിന് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആവാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് അവൻ എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ ലിഥിയമാണ് ഏറ്റവും കൂടുതൽ ആൽക്കലി മെറ്റൽസിൽ വെച്ച് ലിഥിയമാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നത്. സോ അവനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരാളുടെ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ എനർജി ഏറ്റവും കൂടുതലുള്ളത് ലിഥിയം അയോണുകൾക്കായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നത് ലിഥിയമാണ്. ഓക്കെ, ലിഥിയം ഹൈഡ്രേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ലിഥിയം ഹൈഡ്രേറ്റഡ് ആവുന്നത് ഇങ്ങനെയാണ്: LiCl.2H2O. ഓക്കെ, ലിഥിയം ക്ലോറൈഡ്. സോഡിയം ഒരിക്കലും നമ്മൾ എഴുതുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് നമ്മൾ ഹൈഡ്രേറ്റഡ് ഫോമിൽ എഴുതുന്നില്ല. ഓക്കെ, സോഡിയത്തിൻ്റെ ക്ലോറൈഡിന് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നത്. മെഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ എപ്പോഴും MgCl2.6H2O എന്നാണ് എഴുതുക. MgCl2.6H2O, മെഗ്നീഷ്യം ക്ലോറൈഡ്. അതേപോലെ തന്നെ നമുക്ക് കാൽഷ്യം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിലും CaCl2.6H2O എന്നായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ ഇവർക്കൊക്കെ ഹൈഡ്രേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ലിഥിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ് പോലെയുള്ള കോമ്പൗണ്ടുകൾക്കൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒക്കറൻസ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരുപാട് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും കോമ്പൗണ്ടുകളാണ്. നമുക്കറിയാവുന്ന കോമ്പൗണ്ടുകളുണ്ട്, അറിയാത്ത ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് അപ്പോൾ ഈ വരുന്ന കോമ്പൗണ്ടുകൾ? ഇതിലത്തെ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ലിഥിയത്തിൻ്റെ കോമ്പൗണ്ട്. ഓക്കെ, ലിഥിയം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് ആദ്യം പറയാൻ പോകുന്നത്. ലിഥിയം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് സ്പോണ്ടുമീൻ. ഓക്കെ, സ്പോണ്ടുമീൻ്റെ ഫോർമുല ലിഥിയത്തിൻ്റെ സിലിക്കേറ്റ് ആണ് സ്പോണ്ടുമീൻ എന്ന് പറയുന്നത്. സിലിക്കേറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പി ബ്ലോക്കിൽ പറയും കേട്ടോ. പി ബ്ലോക്കിൽ നമ്മൾ പലതരത്തിലുള്ള സിലിക്കേറ്റ് ഉണ്ട്. ഓർത്തോ സിലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈക്ലിക് സിലിക്കേറ്റ്, ചെയിൻ സിലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സിലിക്കേറ്റുകളെ കുറിച്ച് നമ്മൾ പി ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ലിഥിയം അലുമിനിയം സിലിക്കേറ്റ് SiO3 ട്വൈസ് ഇങ്ങനെയാണ് വരുന്നത് സ്പോണ്ടുമീൻ. ദെൻ അടുത്തതായിട്ട് നമുക്ക് സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളൊക്കെ നമുക്ക് നോക്കി നോക്കാം. സോഡിയം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് റോക്ക് സാൾട്ട്. ഓക്കെ, റോക്ക് സാൾട്ട്. ഈ റോക്ക് സാൾട്ടിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NaCl, സോഡിയം ക്ലോറൈഡ്. ദെൻ ട്രോണ. ഓക്കെ, ട്രോണ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല വരുന്നത് Na2CO3.2NaHCO3.24H2O. This is Trona. Okay, Trona. Then Glauber's സാൾട്ടിൻ്റെ ഫോർമുല എന്താ വരുന്നത്? സോഡിയം സൾഫേറ്റ് Na2SO4. സോഡിയം സൾഫേറ്റിനെയാണ് ഗ്ലോബേഴ്സ് സാൾട്ട് എന്ന് വിളിക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സോഡിയം സൾഫേറ്റ്
ഡെക്കാഹൈഡ്രേറ്റ് ആണ്. ഡെക്കാഹൈഡ്രേറ്റ് 10 വാട്ടർ മോളിക്യൂൾസ് അതിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന 2 ഫോർമുലയും കൂടി പറയാം. ബേക്കിംഗ് സോഡ. ഓക്കെ, എന്താ ബേക്കിംഗ് സോഡയുടെ ഫോർമുല വരുന്നത്? ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, NaHCO3. ദെൻ വാഷിംഗ് സോഡ. What is the formula of washing soda? Washing soda is sodium carbonate. Okay, Na2CO3. ഇതാണ് വാഷിംഗ് സോഡയുടെ ഫോർമുല വരുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. കോസ്റ്റിക് സോഡ. ദെൻ അടുത്തത്, ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ, മൈക്രോ കോസ്മിക് സോൾട്ട്. മൈക്രോ കോസ്മിക് സോൾട്ട്. എന്താ മൈക്രോ കോസ്മിക് സോൾട്ടിൻ്റെ ഫോർമുല? NaNH4HPO4. NaNH4HPO4. That is മൈക്രോകോസ്മിക് സോൾട്ട്. മൈക്രോകോസ്മിക് സോൾട്ട്. ദെൻ നമുക്കറിയാവുന്ന ഒരെണ്ണമാണ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ. ചിലി സോൾട്ട് പീറ്റർ എന്നും ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നും പറഞ്ഞിട്ട് 2 കോമ്പൗണ്ടുകളുണ്ട്. ഓക്കെ, ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്, NaNO3. ഓക്കെ, NaNO3. അതേപോലെ മറ്റൊരു കോമ്പൗണ്ടാണ് ചിലി സോൾട്ട് പീറ്റർ. ഓക്കെ, അങ്ങനെ 2 കോമ്പൗണ്ടുകളാണുള്ളത്. ദെൻ ബൊറാക്സ്. ബൊറാക്സ്. ബൊറാക്സിൻ്റെ ഫോർമുല വരുന്നത് Na2B4O7.10H2O. ഓക്കെ, ഡെക്കാഹൈഡ്രേറ്റ് ആണത്. ഓക്കെ, ദെൻ കാൾഗൺ. കാൾഗൺ Na6P6O18. ദിസ് ഈസ് കാൾഗൺ. ഓക്കെ, ബൊറാക്സിൻ്റെ ഫോർമുല Na2B4O7.10H2O. ദെൻ കാൾഗൺ ഈസ് Na6P6O18. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കിയതിപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകൾ. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യത്തിൻ്റെ. ഓക്കെ, ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ സോഡിയത്തിൻ്റെയും ലിഥിയത്തിൻ്റെയുമായിരുന്നു. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കോസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, കോസ്റ്റിക് പൊട്ടാഷ്. കോസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. ദെൻ സിൽവൈൻ. സിൽവൈൻ ഈസ് KCl. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് KCl, സിൽവൈൻ. ദെൻ മൈക്ക. മൈക്കയുടെ ഫോർമുല എന്താ? K2O.Al2O3.6SiO2 സിലിക്ക.2H2O. ദിസ് ഈസ് മൈക്ക. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമുക്ക് അറിയപ്പെടുന്ന വേറൊരെണ്ണാണ് പേൾ ആഷ്. ഓക്കെ, പേൾ ആഷ്. പേൾ ആഷിൻ്റെ ഫോർമുല വരുന്നത് K2CO3. പേൾ ആഷിൻ്റെ ഫോർമുല K2CO3. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഓക്കെ, പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സോഡിയം നൈട്രേറ്റ് എന്താ അറിയപ്പെടുന്നത്? സോഡിയം നൈട്രേറ്റ് NaNO3. NaNO3 അറിയപ്പെടുന്നത് എന്താ? ചിലി സോൾട്ട് പീറ്റർ എന്നാണ്. ഓക്കെ, ചിലി സോൾട്ട് പീറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. ഓക്കെ, ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് KNO3യും ചിലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് NaNO3യുമാണ്, സോഡിയം നൈട്രേറ്റ്. ഓക്കെ, ഈ പൊട്ടാസ്യം നൈട്രേറ്റിന് നമ്മൾ സിംപ്ലി നൈട്രേ എന്നും മാത്രം വിളിക്കാറുണ്ട്. ഓക്കെ, പൊട്ടാസ്യം നൈട്രേറ്റ് നമുക്ക് എന്തുകൂടി വിളിക്കാം? നൈട്രേ എന്നും കൂടി വിളിക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഫെൽഡ്സ്പാർ. ഫെൽഡ്സ്പാർ എന്ന് പറയുന്നതും ഒരു സിലിക്കേറ്റ് ആണ്. പൊട്ടാസ്യം അലുമിനിയം സിലിക്കേറ്റ്. ഓക്കെ, KAlSi3O8 എന്നാണ് ഫോർമുല. KAlSi3O8. ഓക്കെ, സിലിക്കേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് കാർണലൈറ്റ്. ഓക്കെ, കാർണലൈറ്റിൻ്റെ ഫോർമുല വരുന്നത് KCl.MgCl2.6H2O. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ടുകൾ കൂടി നോക്കാം.
നോക്കൂ, അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ഒക്കറൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആണ് കേട്ടോ. ഇത്ര നേരം നോക്കിയത് മുഴുവൻ ആൽക്കലി മെറ്റൽസ് ആണ്. അതായത് നമ്മൾ ലിഥിയത്തിൻ്റെ നോക്കി, സോഡിയത്തിൻ്റെ നോക്കി, പൊട്ടാസ്യത്തിൻ്റെ നോക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒക്കറൻസ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ എലമെൻറ്റ് ബെർലിയാണ്. ഓക്കെ, ബെർലിയം. ഓക്കെ, ബെർലിയം ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ബെറൈൽ. ഓക്കെ, ബെറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോർമുല വരുന്നത് 3BeO ബെർലിയം ഓക്സൈഡ് ഡോട്ട് Al2O3.6SiO2. ഓക്കെ, ഇതാണ് ഫോർമുല വരുന്നത്, ബെറൈൽ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് വരുന്നൊരു കോമ്പൗണ്ടാണ് ഫീനസൈറ്റ്. ഓക്കെ, എന്തായിരിക്കും ഫീനസൈറ്റിൻ്റെ ഫോർമുല? Be2SiO4. നോക്കുക, അപ്പോൾ ഇതൊരു സിലിക്കേറ്റ് ആണെന്ന് മനസ്സിലായി. ഫീനസൈറ്റ് ഈസ് എ സിലിക്കേറ്റ്. ദെൻ കാർലൈറ്റിൻ്റെ ഫോർമുല നമുക്ക് ഇവിടെയും പറയാൻ പറ്റും കേട്ടോ. കാർലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാർലൈറ്റിൻ്റെ ഫോർമുല എന്താ? KCl.MgCl2.6H2O. ദാറ്റ് ഈസ് കാർലൈറ്റ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ അടുത്തത് ഡോളോമൈറ്റ്. ഓക്കെ, ഡോളോമൈറ്റിൻ്റെ ഫോർമുല വരുന്നത് MgCO3 മെഗ്നീഷ്യം കാർബണേറ്റ് ഡോട്ട് CaCO3 കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, മെഗ്നീഷ്യം കാർബണേറ്റ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. ദെൻ മാഗ്നസൈറ്റ്. മാഗ്നസൈറ്റ്, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് മാഗ്നസൈറ്റ്? എന്താ മാഗ്നസൈറ്റ്? മാഗ്നസൈറ്റ് എന്ന് പറഞ്ഞാൽ MgCO3 മെഗ്നീഷ്യം കാർബണേറ്റിനെയാണ് മാഗ്നസൈറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എപ്സോമൈറ്റ്. എപ്സോമൈറ്റ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, മെഗ്നീഷ്യം സൾഫേറ്റ് MgSO4.7H2O. ദാറ്റ് ഈസ് എപ്സോമൈറ്റ്. MgSO4.7H2O. ദെൻ ഒരു കോമ്പൗണ്ട് കൂടി നോക്കാം, കീസറൈറ്റ്. കീസറൈറ്റ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ഇത് മോണോഹൈഡ്രേറ്റ്. ഓക്കെ, .H2O എന്നാണ് വരുന്നത്. ഇതൊരു മോണോഹൈഡ്രേറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് പറയാവുന്നത് ആസ്ബസ്റ്റോസ്. ഓക്കെ, ആസ്ബസ്റ്റോസ്. ഓക്കെ, ആസ്ബസ്റ്റോസിൻ്റെ ഫോർമുല എന്താ? കാൽഷ്യം മെഗ്നീഷ്യം CaMg3SiO3 4 times. ഓക്കെ, കാൽഷ്യം മെഗ്നീഷ്യം സിലിക്കേറ്റ്, ദാറ്റ് ഈസ് ആസ്ബസ്റ്റോസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ബെർലിയത്തിൻ്റെയും അതേപോലെ തന്നെ മെഗ്നീഷ്യത്തിൻ്റെയും കോമ്പൗണ്ട് വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ. ഓക്കെ, ദെൻ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാവുന്നത് കാൽഷ്യം. ഓക്കെ, കാൽഷ്യമാണ് അടുത്ത എലമെൻറ്റ്. കാൽഷ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം ലൈംസ്റ്റോൺ. ഓക്കെ, ലൈംസ്റ്റോണിൻ്റെ ഫോർമുല CaCO3 കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഡോളോമൈറ്റ് പറയാം. കാരണം ഡോളോമൈറ്റിൻ്റെ ഫോർമുല CaCO3.MgCO3 എന്ന അതിവിടെ വേണമെങ്കിൽ ഇവിടെയും നമുക്കത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഫ്ലൂറോസ്പാർ. ഓക്കെ, ഫ്ലൂറോസ്പാറിൻ്റെ ഫോർമുല CaF2 കാൽഷ്യം ഫ്ലൂറൈഡ്. CaF2. ഓക്കെ, കാൽഷ്യം ഫ്ലൂറൈഡ്. ദെൻ ജിപ്സം. ഓക്കെ, ജിപ്സത്തിൻ്റെ ഫോർമുല വരുന്നത് CaSO4.2H2O. ഓക്കെ, ഇറ്റ് ഈസ് എ ഡൈഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഈസ് എ ഡൈഹൈഡ്രേറ്റ്. ദെൻ ജിപ്സം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരെണ്ണം ഒപ്പം പഠിക്കാവുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോർമുല മാത്രം നോക്കുന്നു. ഏതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഫോം ചെയ്യുന്ന വാരിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ദെൻ കാൽഷ്യം സൾഫേറ്റ് .12H2O CaSO4.12H2O ദാറ്റ് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോമ്പൗണ്ടാണ് ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഓക്കെ, ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഓക്കെ, കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റ് അങ്ങനെ പറയാം, കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഓക്കെ, നമ്മുടെ പല്ലിനൊക്കെ ബലം കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഈ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റ് അല്ല കേട്ടോ, കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് 3Ca3PO4 twice .CaOH twice. ഓക്കെ, ഇങ്ങനെയാണ് ഫോർമുല വരിക. ഓക്കെ, Ca3PO4 twice .CaOH twice. ഇതാണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോക്സി ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ഫ്ലൂറിൻ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റും കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റും. നോക്കിയാൽ ഫോർമുലയിൽ ഒന്ന് ഫ്ലൂറിൻ ചേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ, 3
Ca3 PO4 twice dot CaF2 കാൽഷ്യം ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഓക്കെ, കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ആണ് നമ്മുടെ പല്ലിന് ബലം കൊടുക്കുന്ന വസ്തു സബ്സ്റ്റൻസ് എന്നുള്ള പോയിന്റ് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പ്രധാനമായിട്ട് ഇനി അടുത്ത് പറയാനുള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് സ്ട്രോൺഷ്യത്തിൻ്റെയാണ്. ഓക്കെ, സ്ട്രോൺഷ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് സെലസ്റ്റൈറ്റ്. ഓക്കെ, സെലസ്റ്റൈൻ. ഓക്കെ, ഓർ സെലസ്റ്റൈറ്റ്. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല വരുന്നത് SrSO4 എന്നാണ്, സ്ട്രോൺഷ്യം സൾഫേറ്റ്. അതേപോലെ തന്നെ സ്ട്രോൺഷ്യാനൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട്, സ്ട്രോൺഷ്യാനൈറ്റ്. ഓക്കെ, സ്ട്രോൺഷ്യാനൈറ്റിൻ്റെ ഫോർമുല SrCO3, സ്ട്രോൺഷ്യം കാർബണേറ്റ് SrCO3. ഓക്കെ, ദെൻ ബാരിയം ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ബാരിയറ്റ്. ഓക്കെ, ബാരിയറ്റിൻ്റെ ഫോർമുല BaSO4 എന്നാണ്, BaSO4. ഈ ബാരിയറ്റിനെ വിളിക്കുന്ന വേറൊരു പേര് ഹെവി സ്പാർ എന്നുള്ള ഒരു പേരിലും കൂടി ഇവൻ അറിയപ്പെടും. ഓക്കെ, ഹെവി സ്പാർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് ബാരിയറ്റ് തന്നെയാണ്. ഓക്കെ, ബാരിയറ്റ്. ദെൻ ബാരിയത്തിൻ്റെ വേറൊരു കോമ്പൗണ്ടാണ് വിതറൈറ്റ്. ബാരിയത്തിൻ്റെ മറ്റൊരു കോമ്പൗണ്ടാണ് വിതറൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിതറൈറ്റിൻ്റെ ഫോർമുല എന്തായിരിക്കും? ബാരിയം കാർബണേറ്റ്, BaCO3. ദാറ്റ് ഈസ് ബാരിയം വിതറൈറ്റ്. ഓക്കെ, ബാരിയത്തിൻ്റെ കോമ്പൗണ്ട് ആണ് വിതറൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ഒക്കറൻസ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. നോക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലത്തെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയിൽ ഇവിടെ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന പോയിന്റ് ഡെൻസിറ്റി ആയത്. അവിടെ വരുന്നത് ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, റുബീഡിയം, സീഷ്യം, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അതായത് സാധാരണ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലിഥിയം കഴിഞ്ഞിട്ട് സോഡിയം, ദെൻ സോഡിയം കഴിഞ്ഞിട്ട് പൊട്ടാസ്യം. അപ്പോൾ ഡെൻസിറ്റിയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ട്രെൻഡ് ഒരു സ്ഥലത്ത് മാത്രം വ്യത്യാസം കാണാണ്ട്. എവിടെയാ? പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും ഇടയിൽ. അതായത് പൊട്ടാസ്യത്തിന് ഡെൻസിറ്റി കുറവും സോഡിയത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ ഡെൻസിറ്റിയുടെ കേസിൽ ഇവിടെ മാത്രം ഇങ്ങനൊരു ചേഞ്ച് വന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഡെൻസിറ്റിയിൽ വ്യത്യാസം വരാൻ കാരണം? അതായത് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 19. അവൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഇവിടെ 3sഉം 3pയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ 3d എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലിൽ അങ്ങനെ തന്നെ ബാക്കി കിടക്കുക. ഓക്കെ, 3d എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ഷെല്ല് അങ്ങനെ തന്നെ ബാക്കി കിടക്കുക. അതിലേക്ക് ഒരു ഒറ്റ ഇലക്ട്രോൺ പോലും 3dയിലേക്ക് ഫിൽ ആയിട്ടില്ല. അപ്പോൾ 3dയിലേക്ക് ഒരു ഒറ്റ ഇലക്ട്രോൺ ഫിൽ ആയിട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 3dയിൽ ഇലക്ട്രോണുകൾ ഒന്നും ഫില്ലായിട്ടില്ല. സോ ഇവിടുത്തെ ആറ്റോമിക് വോളിയം തൊട്ട് മുമ്പുള്ള സോഡിയത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സോഡിയത്തിനേക്കാളും ആറ്റോമിക് വോളിയം കൂടുതലായിരിക്കും ആർക്ക്? പൊട്ടാസ്യത്തിന്. ആറ്റോമിക് വോളിയം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡെൻസിറ്റി കുറയും. കാരണം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമല്ലോ. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റിയിൽ ചേഞ്ച് വരാനായിട്ട് അവിടുത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഡിയിൽ ഇലക്ട്രോൺസ് ഫില്ലാവാതെ 4s ഫില്ലായതുകൊണ്ട് അതിലത്തെ ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റോമിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ പൊട്ടാസ്യത്തിന് സോഡിയത്തിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ നോക്കി വെക്കേണ്ട ട്രെൻഡ്. ദെൻ അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എങ്ങനെയാണ് ഇവരുടെ മെൽറ്റിംഗ് പോയിന്റിൻ്റെയും ബോയിലിംഗ് പോയിന്റിൻ്റെയും ട്രെൻഡ് വരുന്നത്? ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വരിക? ഓക്കെ, സാധാരണ നമ്മുടെ ഒരു ആൽക്കലി മെറ്റൽ നോക്കുകയാണെങ്കിൽ ആൽക്കലി മെറ്റൽസിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, ഈ ആൽക്കലി മെറ്റൽസ് വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഒരു നോർമൽ ട്രെൻഡാണ് വരുന്നത്, ഡിക്രീസ് ചെയ്ത് വരികയാണ്. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഇവരുടെ വീക്ക് മെറ്റാലിക് ബോണ്ടുകളായതുകൊണ്ട്. ഓക്കെ, അതായത് ഇവരിൽ മെറ്റാലിക് ബോണ്ടുകൾ വീക്കായി നിൽക്കുന്നത് കൊണ്ട്, അതായത് ലിഥിയം ബോണ്ടുകൾ വീക്കായി നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ മെറ്റാലിക് ബോണ്ടുകൾ വീക്കായി വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെൻസിറ്റി ആയിക്കോട്ടെ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ആയിക്കോട്ടെ, ഈ ഒരു ട്രെൻഡ് അല്ല ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ കേസിൽ കാണിക്കുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ കേസിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ ആ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പഠിച്ചാലോ, എങ്ങനെയാണ് ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിൻ്റെയും ഡിഫറൻസ് വരുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻസിറ്റിയുടെ വാല്യൂ, അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കാണാം. ഇതാ ഇവിടെ ഡെൻസിറ്റി കാണാം. ഡെൻസിറ്റിയുടെ വാല്യൂ വരുന്നത് ബെർലിയത്തിൻ്റെ കേസിൽ 1.84, ദെൻ മെഗ്നീഷ്യത്തിൻ്റെ കേസിൽ 1.74, ദെൻ കാൽഷ്യത്തിൻ്റെ കേസിൽ നോക്കുമ്പോൾ 1.55, 2.63, 3.59 ആൻഡ് 5.5. അതായത് ഡെൻസിറ്റിയുടെ വാല്യൂ ആദ്യം പതുക്കെ ഡിക്രീസ് ചെയ്ത് വന്നു. 1.84 നിന്ന് 1.74 ആയി, 1.74 നിന്ന് 1.55 ആയി. അപ്പോൾ ആദ്യം ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ദെൻ അതിനുശേഷം അടുത്തത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. 2.63 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ദെൻ 3.59 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ദെൻ 5.5 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കി വെക്കണം, ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ ഡെൻസിറ്റിയുടെ ഓർഡർ നമ്മൾ പറഞ്ഞ സമയത്ത് ഈ ഒരു കേസ് ആയിരുന്നില്ല. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അത് തന്നെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കേസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ആദ്യം ഡെൻസിറ്റി ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ് എന്നുള്ളൊരു കണ്ടീഷനാണ് ഡെൻസിറ്റിയുടെ കേസിൽ വരുന്നത്. ഇനി മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നോക്കൂ. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റിനും ഒരു തരത്തിലുള്ള ഒരു റെഗുലാരിറ്റി ഇല്ല. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യം വരുന്ന വാല്യൂ ബെർലിയത്തിൻ്റെ കേസിൽ വരുന്നത് 1560. ഓക്കെ, ദെൻ ആ വാല്യൂ കുറഞ്ഞിട്ട് 924 വന്നു. ദെൻ വീണ്ടും ആ വാല്യൂ കൂടി 1124 ആയി. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നീട് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, 1062, ദെൻ 1002, ദെൻ 973. ഓക്കെ, അപ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് ഒരു ഡിക്രീസ് ഉണ്ടായതിനു ശേഷം പിന്നീട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇൻക്രീസ് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ ട്രെൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല മെൽറ്റിംഗ് പോയിന്റിന്റെ കേസിൽ. അതേപോലെ ബോയിലിംഗ് പോയിന്റിന്റെ കേസ് നോക്കൂ. ഇവിടെ 2745 to 1363 ആദ്യം ഡിക്രീസ് ചെയ്തു, ദെൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദെൻ പിന്നെ വീണ്ടും ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്രയും വാല്യൂ നോക്കൂ, ഇവിടെ 1655 ആയി. ദെൻ വീണ്ടും വാല്യൂ ഇൻക്രീസ് ചെയ്തു, ദെൻ ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ പറയാൻ പറ്റില്ല. ഇവിടെ ഡെൻസിറ്റിയുടെ കേസിലാണെങ്കിൽ ആദ്യം ഡിക്രീസസ് ദെൻ ഇൻക്രീസസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആൽക്കലി മെറ്റൽസിൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും ഈ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഓക്കെ, അടുത്തായിട്ട് നോക്കാം ഫ്ലെയിം കളറേഷൻ. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫ്ലെയിം കളറേഷൻ. എങ്ങനെയാണ് ഈ ഫ്ലെയിം കളറേഷൻ വരുന്നത്? നമ്മൾ +1 കഴിഞ്ഞ് +2ലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യാൻ ലാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെയിം കളറേഷനാണ്. അതായത് ഏതൊരു ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റ് എന്തായിരിക്കും? ഫ്ലെയിം ടെസ്റ്റ് ആയിരിക്കും. ഈ ഫ്ലെയിം ടെസ്റ്റ് 2 പേർക്ക് മാത്രം പറ്റില്ല, ബെർലിയത്തിനും മെഗ്നീഷ്യത്തിനും പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഓക്കെ, ആ 2 ആൾക്കാർ ഒഴികെ, ബെർലിയവും മെഗ്നീഷ്യവും ഒഴികെ ബാക്കിയുള്ള എലമെൻറ്റുകൾക്കൊക്കെ ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയിട്ടുള്ള കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ഓക്കെ, ഈ ആൾക്കാർക്കൊക്കെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഫ്ലെയിം കളറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നല്ല ഫ്ലെയിമിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് സാധാരണ നിങ്ങൾക്കറിയാം ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഫ്ലെയിമിൻ്റെ കളറ് ഒരു ബ്ലൂ കളറാണ് ഫ്ലെയിമിനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സബ്സ്റ്റാൻസുകളും അതായത് ഓരോ മെറ്റൽസും ഫ്ലെയിമിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ സബ്സ്റ്റാൻസിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യും ഫ്ലെയിമിൻ്റെ. ഓക്കെ, ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെയിം കളറേഷൻ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതായത് ഫ്ലെയിം കളറേഷനുള്ള റീസൺ, നിങ്ങളൊരു മെറ്റൽ എടുത്തിട്ട് അതിനെ
നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ അതിന് ഹീറ്റ് എനർജി കിട്ടുന്നു, അതിലുള്ള ഇലക്ട്രോൺസിന് ഹീറ്റ് എനർജി കിട്ടുന്നു. ആ ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി കിട്ടുന്ന സമയത്ത് അവർ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നും അവർ ഹയർ എനർജിയിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഹയർ എനർജി എക്സൈറ്റ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ഓ ഞാനിവിടെ സ്റ്റേബിൾ അല്ല, ഓക്കെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത്, അപ്പോൾ എനിക്ക് വീണ്ടും പഴയ പൊസിഷനിലേക്ക് എന്നെ പോയേ പറ്റൂ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ സ്റ്റേറ്റിൽ നിന്ന് എത്തുമ്പോൾ അവർ വീണ്ടും തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ അവരുടെ സ്റ്റേറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് ഡി എക്സൈറ്റ് ചെയ്യും, വീണ്ടും തിരിച്ച് ആ പൊസിഷനിലേക്ക് തന്നെ വരും. അങ്ങനെ ആ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അവർ ചില സർട്ടൺ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയണിലാണ് വരുന്നത്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ്, ആ റേഡിയേഷൻ്റെ എനർജി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിസിബിൾ റീജിയണിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അവരുടെ ഫ്രീക്വൻസി വേവ് ലെങ്ത് നിങ്ങൾ നോക്കിയാൽ അത് വിസിബിൾ റീജിയണിൽ പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് കളർ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കുക. എനർജി കിട്ടുന്ന സമയത്ത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോകുന്നു. ഹയർ എനർജി ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ എത്തുമ്പോൾ സ്റ്റേബിൾ ആവില്ല, സോ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. പഴയ പൊസിഷനിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ അവർ കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയണിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചാൽ? വിസിബിൾ റീജിയണിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റ്. അങ്ങനെ വിസിബിൾ റീജിയണിൽ വെച്ച് എമിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കളറുകളാണ് ലിഥിയം ഫോം ചെയ്യുന്ന കളറ് ക്രിംസൺ റെഡ്, സോഡിയം യെല്ലോ, പൊട്ടാസ്യം വയലറ്റ്, റുബീഡിയം റെഡ് വയലറ്റ്, സീഷ്യം ബ്ലൂ. ദെൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ കാൽഷ്യം ബ്രിക്ക് റെഡ്, സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ്, ദെൻ ബാരിയം ആപ്പിൾ ഗ്രീൻ. ഓക്കെ, ഈ കളറുകളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് കാണിക്കുന്ന കളറുകൾ. ഓക്കെ, ഈ ടെസ്റ്റിനെ, ഈ ഫ്ലെയിം കളറേഷൻ ചെയ്യുന്ന ഈ ടെസ്റ്റിനെ നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ഫ്ലെയിം ഫോട്ടോമെട്രി എന്നാണ് വിളിക്കാറുള്ളത്. ഫ്ലെയിം ഫോട്ടോമെട്രി അല്ലെങ്കിൽ എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നോക്കി വെക്കുന്ന ടേമുകൾ രണ്ടും നോക്കി വയ്ക്കുക. ഫ്ലെയിം ഫോട്ടോമെട്രി. ഓക്കെ, ഫ്ലെയിം ഫോട്ടോമെട്രി ഓർ ആറ്റോമിക് എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ആറ്റോമിക് എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് അപ്പം നമ്മുടെ ഫ്ലെയിം കളറേഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഫുൾ എന്തായിരുന്നു? എസ് ബ്ലോക്ക് എലമെൻസിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് കോമ്പൗണ്ടുകളുടെ പേര് പഠിച്ചു. ഇപ്പോൾ ഫ്ലെയിം കളറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ എത്തി നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് മുഴുവൻ ഇവൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മെയിനായിട്ട് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡെൻസിറ്റി എന്നൊക്കെ പറയുമ്പോൾ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളത് രണ്ട് സെക്ഷനിലുള്ളത് നോക്കിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് 1 എലമെൻസിൻ്റെയും ഗ്രൂപ്പ് 2 എലമെൻസിൻ്റെ, ആൽക്കലി മെറ്റൽസിൻ്റെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഒരുപോലെ ഒരുമിച്ചാണ് നോക്കി പോകുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആൽക്കലി മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ അതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, വാട്ടറുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അവരുടെ റെഡ്യൂസിങ് നേച്ചർ എന്താണ് വരുന്നത്, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിനു മുമ്പ് ഈ ടോപ്പിക്കൊക്കെ വളരെ വൃത്തിയായിട്ട് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക.